ഗുഡ് മോർണിംഗ് എന്നല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ വ്ളോഗിലുള്ളത്. രാവിലെ എന്നും ഒരേ കണക്ക് ഒരു ആവർത്തന വിരസത നിങ്ങൾക്ക് വരണ്ടല്ലോ, അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം എടുത്തത് കേട്ടോ. അങ്ങനെ പതിവ് പോലെ കുളിച്ച് റെഡിയായി ഞാനിപ്പോൾ ഒരു സ്ഥലം വരെ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണേ. എനിക്കിന്നൊരു ഹോം ഡെലിവറി ഉണ്ട്. നമ്മുടെ പ്ലാന്റിൻ്റെ വെർബീന പ്ലാന്റ് ഒരു വീട്ടിൽ കൊടുക്കണം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഇതുപോലൊരു ഓപ്പൺ ബോക്സിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. ഇനി ഇതൊരു ചെറിയ കവറിലാക്കി പിടിച്ചു കഴിഞ്ഞാൽ സേഫ് ആയിട്ടിരുന്നോളും. അപ്പോൾ പോവാം. എൻ്റെ കൂടെ പാത്തും കൂടെ വരുന്നുണ്ട് കേട്ടോ. അവളുണ്ടെങ്കിലാണ് നമുക്ക് ചെടി സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എനിക്ക് ഫ്രണ്ടിൽ വെച്ചാൽ ഒലഞ്ഞു പോകുമെന്നൊക്കെ ഒരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പാത്തൂസിൻ്റെ കൂടെ കൂട്ടി കേട്ടോ. അതുമാത്രമല്ല, ഇന്ന് പാത്തൂസിന് കൂടി നോമ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആൾ എങ്ങനെയെങ്കിലും ടൈം പോകാനുള്ള പരിപാടിയിലൊക്കെയാണ്. ഐദൂസിനെ ഞാൻ രാവിലെ അങ്ങ് ഉമ്മാമാരടുത്ത് പറഞ്ഞു വിട്ടു കേട്ടോ. അവൻ അവിടെയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മുടെ വണ്ടിയിൽ ഇന്നലെ ഞാൻ ഒരു സ്ഥലത്തുനിന്ന് വാങ്ങി വെച്ച ചെടിയാണ് കേട്ടോ. അത് ഞാൻ ഇത്ര നേരമായിട്ട് എടുത്തിട്ടില്ല. ഇപ്പോൾ അതെടുത്ത് വാപ്പച്ചിയുടെ വണ്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. തിരികെ വരുമ്പോൾ എടുത്ത് നടണം. നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉള്ളതുപോലെ. എന്തായാലും തൊട്ട് അടുത്ത് തന്നെയാണ്, പോയിട്ട് വരാം. അവിടെ ചെന്നപ്പോൾ വീട്ടിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. വിളിച്ചു നോക്കിയിട്ടൊന്നും ആരെയും കാണാനില്ല കേട്ടോ. പിന്നെ സേഫായിട്ട് ആ ഒരു ഗേറ്റിന് മുന്നിൽ ചെടി വെച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് വെച്ചു കേട്ടോ, ഒരു വിശ്വാസത്തിന്. അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു പോന്നു. ഇനി നമുക്ക് ഐദൂസിനെ കൂട്ടാൻ പോകണം. ഞാൻ ഈ ഡ്രസ്സിലൊക്കെ ചെല്ലുമ്പോൾ അവൻ ഇങ്ങനെ ഒരു നോട്ടം ഉണ്ടാവും എന്തായാലും, ഇവിടെ പോയിട്ട് വരിക എന്നുള്ളത് കേട്ടോ. എന്തായാലും പുറത്തൊന്നും ആളെ കാണാനില്ല. ഇനി അകത്ത് കയറി നോക്കാം. നോക്കിയേ, ടി വിയിൽ ഒട്ടിച്ചു വച്ചിരിക്കുകയെന്ന് തോന്നുന്നു. അതിനകത്ത് കയറിയിരുന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. ഉമ്മാമ്മ അതിന് കൂട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചു നേരം ഉമ്മാമാനോടൊപ്പം ഇരുന്ന് ഞങ്ങളിതേ യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയേ. അപ്പോഴാണ് വീടിൻ്റെ നടയിലിരുന്ന വെള്ളമാശാൻ കാണുന്നത്. ഇത്രയും നേരം വീടിനകത്ത് അടച്ചിട്ടിട്ടാണ് ഈ വെള്ളമൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ കുഞ്ഞുമ്മ. പാത്തൂൻ്റെ അരിപ്പിട്ടോണ്ട് വന്നാ? ആ, പോയി എടുത്തോണ്ട് വാ. എവിടെ കിടക്കണ്? അല്ലാഹുവേ, അതാണ് ഇട്ടോണ്ട് വന്നത്. ആ, എടുത്തിട്ടോണ്ട് വാ. പാത്തുവിന്റെ വള്ളം പോലത്തെ ചെരുപ്പ് എടുത്തിട്ടിട്ടാണ് ആശാൻ രാവിലെ വീട്ടിൽ നിന്ന് മുങ്ങിയത്. ഇന്നെന്തായാലും വെയിലിന് കുറച്ച് ശമനം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്നൊരു അടഞ്ഞ അന്തരീക്ഷമായിരുന്നു. കുറച്ച് കാറ്റൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ചൂടിനൊരു കുറവുമില്ല കേട്ടോ. ഐദൂസിനെ വിളിച്ചോണ്ട് വന്ന് കുളിച്ച് റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് അപ്പോഴേക്കെന്തേ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഏകദേശം ടൈമൊക്കെ അടുത്ത് വരാറായി. ഇന്ന് പാത്തൂസിൻ്റെ നോമ്പുള്ളതുകൊണ്ട് അരമണിക്കൂർ മുമ്പേ മേശപ്പുറത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു 11 മണി ആയത് മുതൽ ഇവിടെ ആർക്കും ഒരു സമാധാനം അവള് തന്നിട്ടില്ല, വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഈ വർഷത്തെ അവളുടെ ആദ്യത്തെ നോമ്പ് അവള് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇതേ കണ്ടോ, പച്ചവെള്ളം വരെ ആള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കയ്യിലെടുത്തിരിക്കുകയാണ്. നോമ്പ് എപ്പോൾ ബാങ്ക് വിളിക്കും അപ്പോൾ നോമ്പ് തുറക്കണം, ആ ഒരു മൈൻഡിലാണ് ഇരിക്കുന്നത്. ഐദൂസ് ആണെങ്കിൽ നോമ്പിന് കാത്തിരിക്കുകയാണ് കേട്ടോ. നോമ്പ് എപ്പോൾ വരുമെന്ന് 3 ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട്. അവൻ നോമ്പ് വന്നിട്ട് അത് മുറിച്ചിട്ടേ കഴിക്കുന്നുള്ളൂ. ഇതൊന്നും അവന് വേണ്ടെന്നാ പറയുന്നത്. നോമ്പെന്ന് വെച്ചാൽ അവൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നോമ്പിന് കാണുന്നില്ല എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ഇതേ നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയി, ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഞാനാണ് ഫസ്റ്റ് നോമ്പ് തുറക്കുന്നത് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞ് നോമ്പ് തുറക്കുന്നതായാലും ഫുഡ് കഴിക്കുന്നതായാലും ഒരു വല്ലാത്ത ഫീലാണ്, ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു സമയത്ത് പുറത്ത് മഴ ചാറുന്നുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ചെടികൾക്കൊരു ഉണർവൊക്കെ കിട്ടുമല്ലോ. ഇന്ന് നമ്മൾ ഗാർഡൻ വീഡിയോസ് ഒന്നും കാണിച്ചിട്ടില്ല. ഞാൻ വെള്ളം ഒഴിച്ചിഞ്ഞ് പോന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അധികം അവിടെ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. രാവിലെ മുതൽ നല്ല ഇടിയും ഒരടഞ്ഞ അന്തരീക്ഷമൊക്കെ തന്നെയായിരുന്നു. വെയിലുണ്ടായിരുന്നെങ്കിലും ഒത്തിരി ഒരു ചൂടുള്ള വെയിലായിരുന്നില്ല. പക്ഷെ നൈറ്റ് ആയപ്പോഴേക്കും നല്ല ചൂടായിട്ടോ അന്തരീക്ഷമൊക്കെ. ഇന്ന് ഫാനില്ലാതെയും കറണ്ട് ഇല്ലാതെയൊക്കെ ഉറങ്ങുന്നവരുടെ കാര്യം പോക്കാണ്. അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. പിന്നെ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് അടിപൊളി മഴ പെയ്തു എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് ചാറിയിട്ട് ചെറുതായിട്ടൊന്ന് കൊതിപ്പിച്ച് കടന്നു കളഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ നോമ്പൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണോ? ഏതൊക്കെ ജില്ലകളിലാണ്, ആരുടെയൊക്കെ നാടുകളിലാണ് മഴയൊക്കെ പെയ്തേ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒന്നറിയാലോ എവിടെയൊക്കെ കിട്ടി, ആരൊക്കെയാണ് ഭാഗ്യവാന്മാരെന്ന്.